ചെങ്ങൈമാറ നമ്മുടെ സയ്യദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മൂപ്പരെ ഒരുപാട് ആളുകൾ എതിർക്കുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. മൂപ്പര് പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങൾ എത്ര ആളുകളും എന്നെ തകർക്കാൻ നോക്കിയാലും ഞാൻ ഒരിക്കലും തകരുകയില്ല, ഞാൻ കുതിച്ച് മുകളിലോട്ടേക്ക് ഉയരും, എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല. അങ്ങനെ ഒരുപാട് ആളുകളെ സഹായിക്കുന്നു ഉണ്ട് എന്നാണ് മൂപ്പര് എന്നെ വീഡിയോയിൽ പറയുന്നുള്ളത്. ഓക്കെ, അതിരിക്കട്ടെ. അപ്പം അവിടെ വന്ന ഒരു ഹിന്ദുവായ ഒരു സഹോദരി പറയുന്ന ഓരോരോ വാക്കുകളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തിതിൽ കൂടിയിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, കമന്റ് ഉണ്ട്. എന്താണ് ആ സഹോദരി പറയുന്നതല്ലേ, കേൾക്കാം നമുക്ക്. ഇതൊക്കെ ഞാൻ ചെല്ലും. സ്വലാത്തുൽ ഫാത്തിഹ ഉടനെ ഒരു ദിവസം ഒരു 333 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാതെ ഞാൻ ഉറങ്ങലില്ല. കാരണം എൻ്റെ മനസ്സിനൊരു സമാധാനമാണ്. കാരണം ഇന്ന് ഞാൻ അവിടുന്ന് ഞാൻ ഓട്ടോറിക്ഷയിലാണ് വന്നത്. അവിടുന്ന് ഞാൻ പോരുമ്പോൾ 101 സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ ഈ ജാതക്ക് വന്ന് ഇറങ്ങിയപ്പോൾ ചൊല്ലി തീർന്നു. അപ്പൊ ഞാൻ ആ നല്ലോണം വരുന്ന സമയത്ത് ഗ്രാജുവേറ്റ് ആയിട്ട് പൈസ തരുമല്ലോ, ആ പൈസ എന്റെ പിടുത്തം കഴിയുമ്പോൾ ഞാൻ 5000 ആയാലും ശരി, അത് എത്രത്തോളം കൂട്ടി കൊടുക്കാൻ പറ്റുമോ അത്രയും ഞാൻ കൂട്ടി കൊടുക്കും. കാരണം അതുകൊണ്ട് എനിക്ക് ഗുണമേ ഉള്ളൂ, ദോഷമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന അച്ഛനില്ലാത്ത മക്കൾക്കാണ്. ഞാൻ വളർത്തി ഉണ്ടാക്കിയതും അച്ഛനില്ലാത്ത മക്കളെ. അച്ഛൻ 4 വയസ്സോ 8 വയസ്സോ എന്റെ മക്കളുടെ അച്ഛൻ മരിച്ചു. അതിന്റെ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. യതീമായ മക്കളെ വളർത്തിയ വിഷമം ഞാൻ നന്നായി അറിഞ്ഞൊരു പെണ്ണാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം കുട്ടികളുടെ വേദന. കാരണം എന്നാൽ കഴിയുന്നത് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ അതേപോലെ നമ്മൾ ബസ്സിലെ കുട്ടികളെ ഞാൻ എനിക്ക് അതിനൊന്നും ഒരു കഴിയും. എന്തൊക്കെ വന്നാലും ശരി, എന്നെ ആരൊക്കെ തങ്ങളെ വിമർശിച്ചാലും ശരി, എന്റെ മരണം വരെ ഞാൻ ആ എത്തിയും കുട്ടികളൊപ്പം നിൽക്കുകയും ചെയ്യും. എനിക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി ഞാൻ തങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും. അതായത് തങ്ങൾക്കല്ല, എത്തിപ്പെട്ട വിമർശകർക്ക് സ്വന്തമായി ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഈ പാവം തങ്ങളുടെ നല്ല മനസ്സ്, ആ നല്ല മനസ്സുള്ളതുകൊണ്ടാണ് ഈ പാവപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുന്നത്. കാരണം ഞാൻ ഇവിടെ വന്നത് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ വീട്ടില്. അപ്പൊ എന്നോടൊരു നമ്മളൊരു കൂട്ടുകാരിയായ താത്ത പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ കൂടെ പോലെ ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ താത്താന്റെ കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഒരു ചാരിറ്റിയാണ്. അതായത് ചാരിറ്റി എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കുന്നു, യത്തീം കുട്ടികളെ നോക്കുന്നു, പിന്നെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് കൂട്ടമായ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പൊ ഞാനും ആ പ്രാർത്ഥന പഠിക്കാൻ നോക്കി. എന്നു വിചാരിച്ച് ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് എന്റേതായ മതാചാര പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിൽ ഞാൻ ചെയ്യും. എന്നിരുന്നാൽ തന്നെ നമ്മളെ മജ്‌ലിസ് 2 നേരവും ഞാൻ തുറന്നു വെച്ച് എന്റെ വീട്ടിലെ ഹാളില് ഫുള്ള് കോളേജിൽ തുറന്നു വെക്കാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ എന്റെ മക്കളെ പേടിച്ചിരുന്നു. പിന്നെ എന്റെ മോനോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ട്. അവിടെ പോയി ആ കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ആ എത്തിയും കുട്ടികളെ കൂടെ കൂടുന്നതും ഒക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് എന്റെ മോൻ പറഞ്ഞു, അമ്മ ധൈര്യമായിട്ട് വെച്ചോളൂ. ഇപ്പൊ ഞാൻ 3 മണിക്കായിരുന്നു 3:30 ആദ്യമൊക്കെ ദുആവില്ലേ, അന്ന് ഞാൻ 3:30 തന്നെ എണീറ്റു. ഇപ്പൊ 4 മണി കഴിഞ്ഞിട്ടാണ് വരുന്നത്. തങ്ങൾക്കിലേക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് നേരം വൈകിട്ടാണ് ഇപ്പൊ ദുആ വരാറ്. പക്ഷെ ദുആ കേട്ടതിന് ശേഷം ഞാൻ എന്റെ പ്രാർത്ഥനയിൽ പോകാറുണ്ട്. അതിനുശേഷം മജ്‌ലിസ് വരുമ്പോൾ മജ്‌ലിസും കേൾക്കും. രാവിലെ 7:30 8 മണിയോളം അടുക്കും മജ്‌ലിസ് തീരുമ്പോൾ. അതുവരെ ഞാൻ, കാരണം ഞാൻ പെൻഷൻ ആയതുകൊണ്ട് എനിക്ക് പുറത്തേക്കൊന്നും ഇപ്പോൾ പോകണ്ട, ഞാൻ ആ മജ്‌ലിസ് കേട്ടിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. അത്രയും ഞാൻ കേൾക്കട്ടെ, ഈ വിമർശിക്കുന്ന ആൾക്കാർ, എത്രയോ ആൾക്കാർ അദ്ദേഹത്തെ വിമർശിക്കുന്നു, യൂട്യൂബിലൊക്കെ കാണലുണ്ട്. പക്ഷെ ഞാനതൊന്നും പുറത്തില്ല. പക്ഷെ എങ്ങനെ കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ തലക്കെട്ടുള്ളവർ തന്നെ ഞങ്ങളെ വിമർശിക്കുന്നു. അപ്പൊ ഞാൻ സഹോദരി പറഞ്ഞുണ്ടാവും, ഇത് വിമർശിക്കുന്നത് ആരാന്ന് വെച്ചാൽ തലയെക്കെട്ട് എന്ന് വെച്ചാൽ ഉസ്താദന്മാർ, അവർ തന്നെ ഇതിനെ വിമർശിക്കുന്നുണ്ട് എന്ന്. എൻ്റെ സഹോദരി, വിമർശിക്കുന്നത് ഏതൊരാളും വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഹമീദ് ആറ്റക്കോയ തങ്ങൾ അതിനെപ്പറ്റി ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും സഹോദരി അതിനെപ്പറ്റിയിരുന്ന് ഞമ്മ പറയാൻ അർഹതനല്ല. എന്നിരുന്നാലും വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതും ശരിക്കും സഹോദരി മനസ്സിലാക്കണം. അപ്പോൾ എന്നിരുന്നാലും ബാക്കി കേൾക്കാം നമുക്ക്. ഒരാളെങ്കിലും 100 കുട്ടികളെ കല്യാണം കഴിച്ചു തന്നെ ആ അതിൽ ഒരാളെ കൂടെ ഒറ്റൊരാളെങ്കിലും ഈ പറയപ്പെട്ട വിമർശകർക്ക് സ്വന്തമായി ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ
പിന്നെന്ന് വെച്ചാലേ തങ്ങള് ഉണ്ടാക്കിയ പൈസയിൽ നിന്നല്ല അതാക്കുന്നുള്ളത്. തങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിൽ കയറിയതിന് ശേഷമാണ് തങ്ങൾ ഇവിടത്തെ ഈ നിലയിൽ വരെ എത്തിയത്. കാരണം വെച്ചാൽ ഒന്നകലം യൂട്യൂബിൻ്റെ വരുമാനമായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ കൊടുക്കുന്ന വരുമാനമായിരിക്കാം. ഇപ്പം നിങ്ങൾ പോകുമ്പോൾ തന്നെ ആ തങ്ങൾക്ക് മുമ്പിലാണെങ്കിൽ 100 രൂപ കൊടുക്കട്ടെ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ 500 1000 കൊടുക്കുമ്പോൾ 10 ആളെ കിട്ടിയെങ്കിൽ നല്ലൊരു സമ്പാദ്യം ആയില്ലേ. അപ്പോൾ അതിൽ നിന്ന് ഈ അതാണ് ഈ ചാരിറ്റി തുടങ്ങുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാലില്ലേ, ഇന്ന് ഈ ഇങ്ങനെയുള്ള യൂട്യൂബിൽ മജ്‌ലിസ് നടത്തുന്ന ആളെല്ലാം നല്ല പൈസ ആയിട്ടാകുമ്പോൾ അവരൊരു പുതിയൊരു ട്രിക്കാണ്. എന്തെന്ന് വെച്ചാലില്ലേ, ചാരിറ്റി പ്രവർത്തനം ചെയ്യാം ഒരുപാട്. പക്ഷെ നല്ലൊരു കാര്യമാണ് അതെല്ലാം. പക്ഷെ അതിൽ കൂടിയിട്ടെങ്കിലും ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് ഹൈറായിട്ട് നല്ല കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. എന്നിരുന്നാലും പക്ഷെ ഞാൻ ആരും നമ്മൾ ആരും എതിർക്കാനില്ല. കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് ഒരാളെ സഹായിക്കാൻ 10 രൂപ കൊടുത്ത് സഹായിക്കാൻ നമ്മൾ സഹായിക്കാം. പക്ഷെ നമ്മൾ സഹായിക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ കാട്ടിക്കാറുമില്ല. പക്ഷെ തങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നൊരു സഹായിച്ചു പറയുമ്പോൾ വീണ്ടും അതിലേക്ക് സംഭാവനകൾ കൊടുക്കും, പിന്നെയും സഹായത്തിലേക്ക് മുന്നോട്ടേക്ക് പോകും. ഇതാണ് എവിടെയും സംഭവിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ബാക്കിയേക്കാം. ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്റെ സിസ്റ്റർ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ വന്നാലും ശരി, എന്നെ ആരൊക്കെ സത്തങ്ങളെ വിമർശിച്ചാലും ശരി, എന്റെ മരണം വരെ ഞാൻ ആ എത്തിൻകുട്ടികളൊപ്പം നിൽക്കുകയും ചെയ്യും. എനിക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി ഞാൻ തങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും. അതായത് തങ്ങൾക്കല്ല, എത്തിൻകുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇനിയും മുന്നോട്ട് ഞാൻ എന്നോട് എന്തിനാണ് തങ്ങളടുത്ത് പോണേ, എന്തിനാണ് അവിടെ പോണെന്ന് ചോദിച്ചാല് ഞാൻ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാനാണ് പോണേ. എന്നോട് പ്രാർത്ഥന പഠിക്കാനാണ് പറഞ്ഞത്. എന്നോട് ആരും പറഞ്ഞതല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പഠിച്ചതാണ്. ഇപ്പൊ നന്നായി സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞ ദിക്ർ ചൊല്ലും, ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതും. ഇതൊക്കെ ഞാൻ ചൊല്ലും. സ്വലാത്തുൽ ഫാത്തിഹ ഉടനെ ഒരു ദിവസം ഒരു 333 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാതെ ഞാൻ ഉറങ്ങയില്ല. കാരണം എന്റെ മനസ്സിനൊരു സമാധാനമാണ്. കാരണം ഇന്ന് ഞാൻ അവിടുന്ന് ഞാൻ ഓട്ടോറിക്ഷയിലാണ് വന്നത്. അവിടുന്ന് ഞാൻ പോരുമ്പോൾ 101 സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ ഈ വ്യാധിക്ക് വന്നിറങ്ങിയപ്പോൾ ചൊല്ലി തീർന്നു. അപ്പൊ ഞാൻ നല്ലോണം ആത്മാർത്ഥയിൽ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ എന്റെ മതത്തെ ഞാൻ വിട്ടിട്ടില്ല. കാരണം ഞാൻ വിടൂല്ല. കാരണം ഞാൻ ജനിച്ചപ്പോൾ മുതലാണ് വന്നത്. ഇതിൽ കൂടി നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇനിയിപ്പോ മറ്റേ മതസ്ഥരും തങ്ങളെ അടുത്ത് വരുന്നും തങ്ങളെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടും എന്നെല്ലാം പറയുന്നതാണ്. അപ്പൊ ഇനിയും ആളുകൾ ഇങ്ങനെയുള്ളവർ വരണോ എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു വീഡിയോ നമ്മളെ ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അല്ലേ. എന്നിരുന്നാലും നമ്മൾ ഒരിക്കലും എതിർക്കാൻ പോകുന്നില്ല. തങ്ങളതായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. തങ്ങൾക്ക് ആരെല്ലാം സഹായിക്കാൻ പറ്റും സഹായിച്ചു പോട്ടെ. നമ്മൾ എതിർക്കാൻ നിൽക്കണ്ട. കാരണം വെച്ചാൽ എതിർക്കുന്നത് കൊണ്ട് എന്താക്കുമെന്ന് വെച്ചാൽ ആ മറ്റേ പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പൈസയും ഇല്ലാതാവും. അപ്പോൾ എല്ലാവിധ ആശംസകളും.